വാട്സ്ആപ്പ്, ടെലിഗ്രാം, സിഗ്നൽ, സ്നാപ്ചാറ്റ്, ഷെയർ ചാറ്റ്, ജിയോ ചാറ്റ്, അരാട്ടെ, ജോഷ് തുടങ്ങിയ മെസ്സേജ് ആപ്പുകളിൽ നിർണായക മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെലികമ്മ്യൂണിക്കേഷൻസ് ആണ് ഇതു സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇനി മുതൽ ഒരു ആക്റ്റീവ് സിം കാർഡ് പോലും ഇല്ലാതെ ഈ ആപ്പുകളിലെ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാവില്ല. ടെലികമ്മ്യൂണിക്കേഷൻ ഭേദഗതി നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ നടപടി. പുതിയ നിയമപ്രകാരം ഇത്തരം ആപ്പുകൾ സിം കാർഡിലുള്ള ഡിവൈസിൽ മാത്രമേ ഉപയോഗിക്കാനാവൂ. വെബ് ബ്രൗസറുകൾ വഴി ലോഗിൻ ചെയ്യുന്നതിലും ടെലികോം മന്ത്രാലയം ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് വെബ് ബ്രൗസറുകൾ വഴി ലോഗിൻ ചെയ്തവർ ഓരോ 6 മണിക്കൂറിലും ലോഗൌട്ട് ചെയ്ത് വീണ്ടും അതാത് ആപ്പിലേക്ക് തന്നെ ലോഗിൻ ചെയ്യേണ്ടി വരും. ഒരുപക്ഷെ ഉപഭോക്താക്കൾ ലോഗൌട്ട് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായി തന്നെ ആപ്പിൽ നിന്നും ലോഗൌട്ട് ആവുന്ന സംവിധാനം അവതരിപ്പിക്കണമെന്നും ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട്. നിലവിൽ വാട്സ്ആപ്പ് പോലുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ലോഗിൻ സമയത്ത് മാത്രമേ സിം കാർഡിന്റെ ആവശ്യമുള്ളൂ. അതിനുശേഷം സിം കാർഡ് ഇല്ലെങ്കിൽ പോലും ആപ്പ് ഉപയോഗിക്കാൻ കഴിയും. ഇത് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന്റെ വിലയിരുത്തലുകൾ. പലരും സിം കാർഡ് എടുത്ത ശേഷം വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ എടുത്ത് പിന്നീട് ഇത് ഉപേക്ഷിക്കുന്നുണ്ട്. ഈ രീതിയാണ് കൂടുതലായും കണ്ടുവരുന്നതെന്നാണ് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പറയുന്നത്. പിന്നീട് അതിനുശേഷം വീണ്ടും ഒരു സിം കാർഡ് എടുത്ത് ഇതേ രീതിയിൽ വിവിധ മെസ്സേജിംഗ് ആപ്പുകളിൽ അക്കൗണ്ട് എടുക്കുന്നുണ്ട്. ഇത് സുരക്ഷാ ഭീഷണിക്ക് വലിയ രീതിയിലാണ് കാരണമുണ്ടാക്കുന്നത്. ഡിജിറ്റൽ പേയ്മെന്റുകളിലും ഇതുപോലെ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ട്. UPI ആപ്പുകൾ, വിവിധ ബാങ്കിംഗ് ആപ്പുകൾ എന്നിവയെല്ലാം ഈ സംവിധാനം ഉപയോഗിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ SEBI അക്കൗണ്ടുകൾ സിം കാർഡുമായി ബന്ധിപ്പിക്കണമെന്നും അധിക സുരക്ഷയ്ക്കായി ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സിസ്റ്റം വരെ ഉപയോഗിക്കണമെന്നും നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു.